ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1912 മുതൽ 1991 വരെയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്നത് 1931 മുതൽ 1949 വരെയുള്ള കാലഘട്ടമാണ്. തിരുവിതാംകൂർ രാജ്യത്തിന്റെ അവസാനത്തെ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരങ്ങളിൽ ആദ്യത്തേതാണ് 1932 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയുടെ ഘടനയിൽ വന്ന മാറ്റങ്ങൾ. 1932 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുകയും സാമൂഹികപരവും ഭരണപരവുമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ ഇദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അന്ന് നിലനിന്നിരുന്ന നിയമനിർമ്മാണ സഭയെ അദ്ദേഹം 2 മണ്ഡലങ്ങളായിട്ട് മാറ്റി. അതിലൊന്നിനെ ശ്രീമൂലം അസംബ്ലി എന്നും രണ്ടാമത്തേതിനെ ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്നും കൊണ്ടുവന്നു. അപ്പോൾ തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ 1888 ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. 1932 ശ്രീ ചിത്തിര തിരുനാള് ഭരണത്തിൽ വരുമ്പോൾ 1931 അദ്ദേഹം ഭരണത്തിൽ വന്നു. 32 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങളാക്കി മാറ്റിക്കൊണ്ടുവന്നു. ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്നും. ഇനി ശ്രീമൂലം അസംബ്ലിയിൽ 72 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ 10 പേര് ഒഫീഷ്യലും 62 പേര് അൺഒഫീഷ്യലും ആയിട്ടുള്ള മെമ്പേഴ്സാണ്. ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിലിൽ 37 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 10 പേര് ഒഫീഷ്യലും 27 പേര് അൺഒഫീഷ്യൽ മെമ്പേഴ്സും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രീമൂലം അസംബ്ലിയിൽ 72 പേരുണ്ടായിരുന്നു. 10 പേര് ഒഫീഷ്യല്, ബാക്കി 62 പേര് അൺഒഫീഷ്യല്. ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിലിൽ 37 അംഗങ്ങൾ, 10 പേര് ഒഫീഷ്യല്, 27 പേര് അൺഒഫീഷ്യല്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി 2 മണ്ഡലങ്ങളായി ഈ ഒരു നിയമനിർമ്മാണ സഭയെ തിരിച്ചിരുന്നു. ഇനി ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണപരവും നിയമനിർമ്മാണപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇരു സഭകൾക്കും അവകാശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രമേയം അവതരിപ്പിക്കുക, നിയമനിർമ്മാണം നടത്തുക, ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെടുക തുടങ്ങിയവയെല്ലാം ചെയ്യാൻ ഇരു സഭകൾക്കും അവകാശമുണ്ടായിരുന്നു. അപ്പൊ 1932 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് നിയമനിർമ്മാണ സഭയെ ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്നും 2ആയി തിരിച്ചു. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിതമാകുന്ന വർഷം 1932 ആധുനിക തിരുവിതാംകൂറിലെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12 1937 തിരുവിതാംകൂറിൽ സർവകലാശാല സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ കാർഷിക ഋണാശ്വാസ നിയമം നിലവിൽ വരുന്നത്. ഋണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമാണ്. അപ്പോൾ ഈ തിരുവിതാംകൂറിലെ കാർഷിക ഋണാശ്വാസ നിയമം നിലവിൽ വന്നതോടുകൂടി കർഷകരുടെ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചില നടപടികളെല്ലാം സ്വീകരിക്കപ്പെട്ടു ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ 1932 ഭൂപണയ ബാങ്ക് സ്ഥാപിതമായി. 36 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. 37 തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നു. അതുപോലെ തന്നെ 1937 തന്നെയാണ് കാർഷിക ഋണാശ്വാസ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. 1939 തിരുവിതാംകൂറിൽ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയത്. അപ്പോൾ 1939 തിരുവിതാംകൂറിൽ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കി. ഇനി ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പലയിടങ്ങളിലും പലതരത്തിലുള്ള ഫാക്ടറികൾ നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് കുണ്ടറ കളിമൺ ഫാക്ടറി, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി, ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് തുടങ്ങിയവ. അപ്പോൾ തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവെന്നും ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് അറിയപ്പെടുന്നുണ്ട്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് വ്യവസായവൽക്കരണം കൂടുതലായിട്ട് നടന്നതെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസിന്റെ ആവിർഭാവം നടക്കുന്നത്. ഇതേ വർഷം തന്നെയാണ് വിധവ പുനർവിവാഹ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസിന്റെ ആവിർഭാവം നടന്നു. അതുപോലെ തന്നെ വിധവ പുനർവിവാഹ നിയമം കൊണ്ടുവന്നു.
തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. ഇനി 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങുന്നത്. 1935 ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് തിരുവിതാംകൂറിൽ വെച്ച് നടക്കുമ്പോൾ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 38 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസിന്റെ ആവിർഭാവം. അതുപോലെ തന്നെ 1938 തന്നെ വിധവ പുനർവിവാഹ നിയമം കൊണ്ടുവന്നു. 40 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം. 35 ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസും തിരുവിതാംകൂറിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു വധശിക്ഷ തിരുവിതാംകൂറിൽ നിർത്തലാക്കിയ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1938 മുതൽ 1947 വരെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്ന കാലഘട്ടത്തിലെ ഭരണാധികാരിയും ഇദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോഴും അവിടെ ഭരണാധികാരി ആയിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1940 വോട്ടവകാശം കുറച്ചുകൂടെ വിപുലമായിട്ട് ഇദ്ദേഹം നടപ്പിലാക്കിയത്. ഇനി മറ്റു വിശേഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആദ്യമായിട്ട് കടൽ കടന്ന് യാത്ര ചെയ്ത തിരുവിതാംകൂറിലെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പോൾ ആദ്യമായി കടൽ കടന്ന് യാത്ര ചെയ്ത തിരുവിതാംകൂറിലെ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇദ്ദേഹം റോമിലെ പോപ്പിനെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ റോമിലെ പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് എന്നീ പ്രത്യേകതകളും ഇദ്ദേഹത്തിന് ഉണ്ട്. 1936 തിരുവിതാംകൂർ PSC അഥവാ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത്. 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു. നമ്മൾ പറഞ്ഞു 1946 പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ഇദ്ദേഹമായിരുന്നു. തിരുക്കൊച്ചി ലയനം സംഭവിച്ചപ്പോഴത്തേക്കും അവിടെ രാജപ്രമുഖായി സ്ഥാനമേറ്റത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ ലയന കരാറിൽ ഒപ്പിട്ട തിരുവിതാംകൂർ മഹാരാജാവ് ഇദ്ദേഹമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ ഭരണത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ആ ഒരു ഭരണ കാലഘട്ടത്തിലെ ഒരേ ഒരു മുസ്ലിം ദിവാനായിട്ടുള്ള മുഹമ്മദ് ഹബീബുള്ള സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അത് ആ കാലഘട്ടം എന്ന് പറയുന്നത് 1934 മുതൽ 1936 വരെയാണ്. മുഹമ്മദ് ഹബീബുള്ള തിരുവിതാംകൂറിന്റെ ഒരേ ഒരു മുസ്ലിം ദിവാനാണ് ഇദ്ദേഹം ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിൽ സേവനം അനുഷ്ഠിച്ചു. ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1931 മുതൽ 1949 വരെയാണ്. അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവാണ് 1932 ശ്രീമൂലം അസംബ്ലിയിൽ നിന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലിൽ നിന്നും 2 മണ്ഡലങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്ന് 1932 ഭൂപനെ ബാങ്ക് സ്ഥാപിതമായി. പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത്. 1937 കാർഷിക ഋണാശ്വാസ നിയമം. 1939 തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കി. പിന്നെ മറ്റൊരു വർഷമാണ് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസിന്റെ ആവിർഭാവം. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം. അതുപോലെ 1940 തന്നെയാണ് വോട്ടവകാശം തിരുവിതാംകൂറിൽ വിപുലമായിട്ട് വരുന്നത്. 1935 ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് തിരുവിതാംകൂറിൽ നടന്നു. ആ ഒരു സമയത്ത് രാജാവ് വധശിക്ഷ നിർത്തലാക്കി. കടല് കടന്ന് യാത്ര ചെയ്ത തിരുവിതാംകൂർ ആദ്യത്തെ രാജാവ്, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം തുടങ്ങിയവ നടക്കുമ്പോഴുള്ള തിരുവിതാംകൂറിലെ രാജാവ്. ഇനി 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു. തിരുക്കൊച്ചി ലയനം നടന്നപ്പോൾ രാജ്യപ്രമുഖായി ഇന്ത്യൻ യൂണിയൻ ലയന കരാറിൽ ഒപ്പിട്ട മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു മുസ്ലിം ദിവാനായിട്ടുള്ള മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ദിവാനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീ ചിത്തിര തിരുനാളിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.